നിന്നെ ഈ കണ്ണീരിൽ അല്പമെങ്കിലും സത്യമുണ്ടോ? പണ്ട് LP സ്കൂളിലേക്ക് എന്റെ തോളത്തിരുത്തി കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പണങ്ങുമ്പോ ചിണുങ്ങിക്കരയണ അന്നത്തെ രുക്മിണിയുടെ കണ്ണീരിനെയും എനിക്ക് വിശ്വാസമാണ്. അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ? കൽമയത്താത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പോയിക്കോ. സോറി. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല. മാറാമറ
കണ്ടീല നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല കാവിൽ വന്നീലാരാ പൂരം കണ്ടീല മായക്കൈകൊട്ടും മേളവും കേട്ടീല കരിമിഴിക്കുരുവിയെ കണ്ടീല നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല നീ മാധവനും രുക്മിണിയും കലക്കി. നീ കട്ടതൊന്നും സൂപ്പർ സ്റ്റാർ വിട്ട് പുറത്തു പോവില്ല. ഇവിടുന്ന് എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടോ? ഉറപ്പാണോ? ശരിക്കും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടാ? ഇല്ല, മൈക്കി പറഞ്ഞാൽ ഇവിടെ ഇനി നമ്മള് കമന്റ്സ് പറയുള്ളൂ. ആ, ശരിക്കും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടാ? ഇവിടുന്നൊന്നും കട്ടെടുത്തിട്ടില്ല. ഇവിടുന്നല്ല, അല്ലാണ്ട് വേറെ എവിടുന്ന കെട്ടെടുത്തേ? അതൊരു ചോദ്യമാണ്. പിടിച്ചു മോനെ, പിടിച്ചു പറ. ഞാൻ അങ്ങനെ കട്ടെടുക്കാറൊന്നുമില്ല. ഞാൻ നല്ല കുട്ടിയാണ്. നീയോ? പറയാൻ പറ്റാത്ത എന്തോ ആള് കട്ടെടുത്തേക്കുന്നു. അതൊന്നല്ല, ബൂസ്റ്റും മിൽക്ക് മേഡല്ല. ഡീസന്റ് മോഷണങ്ങളൊക്കെ അത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോട്ടിച്ച് കഴിക്കുക, അതല്ലേ? അപ്പൊ കൊഴപ്പില്ല. അവനിങ്ങനെ ആലോചിക്കുക, ഞാൻ എവിടെ മോട്ടിച്ചിരുന്നു. ഓക്കെ, എന്തായാലും മാധവ മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. ശങ്കു ചേട്ടാ. ഓക്കെ, രണ്ടുപേരുടെയും ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നൈസ്. താങ്ക് യു. പാട്ടിലേക്ക് വരുമ്പം എന്താ പറയുക, നിങ്ങൾ ഇതിലും നല്ല പെർഫോമൻസസ് ഇതിന് മുമ്പത്തെ റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പാട്ടിന് വേണ്ട ഒരു സാധനം കിട്ടിയിട്ടില്ലായിരുന്നു, അതാണ് എനിക്ക് തോന്നിയത്. അതായത് അതിൻ്റെ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ പല ഡീറ്റെയിലിങ്ങും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. മോളെ ആദ്യത്തെ ഹമ്മിങ് ഒന്ന് പാടാവോ മോളെ? അത് കറക്റ്റ് ഈ ബീറ്റിൽ പോണം. 3, 4. ഇപ്പോഴും അതൊരു ബാലൻസ്ഡ് അല്ല. ഇപ്പൊ മോള് ചിലപ്പോ പലയിടത്തും ഇങ്ങനെ പോവാ, അങ്ങനെയാ പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അത് തൊട്ട് ഇങ്ങനെ പലതും എനിക്കിങ്ങനെ. പിന്നെ മോക്കിന്ന് സ്ട്രെയിൻ ഉണ്ടല്ലേ കുറച്ച് വോയിസ്? ഇല്ല. അപ്പൊ മൈക്ക് പ്ലേസ്മെന്റിന്റെ പ്രശ്നമാണ്. ഒന്നും കേൾക്കുന്നില്ലായിരുന്നു, കേട്ടില്ല. രണ്ടുപേരും കലക്കി ആ കാര്യത്തില്, പൊളിച്ചടുക്കി. പിന്നെ പിച്ച് ഔട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല എവിടെയാ പിച്ച് ഔട്ട്, അവിടെ ഇവിടെ അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മോളെ മാമുണ്ണാൻ വന്നില്ല എന്ന് പഠിക്കേ. മാമുണ്ണാൻ വന്നില്ല, മാറോടു ചേർത്തില്ല, മാമുണ്ണാൻ വന്നില്ല. മാമുണ്ണാൻ അങ്ങനെ തന്നെയാണ്. മാമുണ്ണാൻ അങ്ങനല്ലേ? മാമുണ്ണാൻ വന്നില്ല. എനിക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ട്. എനിക്ക് ആ ഒരു സംഗതിയിൽ ഒരു ഡൗട്ട് അടിച്ചു, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി നിങ്ങളുടെ ആക്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മൈക്ക് പ്ലേസ്മെന്റ് വളരെ മോശമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു പെർഫോമൻസ് എനിക്ക് കിട്ടിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. പാർത്ഥിവ്, സാന്നിധ്യ, കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഇത് കുഴപ്പമില്ലാത്തെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന് മുന്നേ ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തത് കൊണ്ടാണ് ഇത് ആ ലെവലിൽ എത്തിയില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ രണ്ടുപേരും അസാധ്യ സിംഗേഴ്സാണ്. ഉഗ്രം പാട്ടുകൾ ഇവിടെ വന്നിട്ട് പാടിയിട്ടുണ്ട്. ഇത് ആ ഒരു ലെവലിലേക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എത്തിയില്ല എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേട്ടാ. പാർത്ഥിവ്, സാന്നിധ്യ, ഉഗ്രം പെർഫോമൻസ് ആയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ആ സൈക്കിൾ വെച്ചതും ആ കോറിയോഗ്രാഫിയും ഒക്കെ കിട്ടിക്കനായി. താങ്ക് യു സർ. താങ്ക് യു സർ. പിന്നെ എനിക്ക് നിങ്ങൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് ഇപ്പം ഇവിടെ ഇരുന്ന് പാട്ട് കേട്ട ഈ പാർത്ഥിവ് പാടി കേട്ടപ്പോൾ എനിക്കൊരു വലിയ സന്തോഷമുണ്ടായി. ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇരുന്ന് ഇവിടെ ഇരുന്നത് കേട്ടപ്പോൾ പാർത്ഥിവിൻ്റെ അച്ഛൻ എടപ്പാൾ വിശ്വനാഥൻ എന്ന് പറയുന്ന സിംഗർ, ഞങ്ങളൊക്കെ വിശ്വേട്ടൻ എന്ന് വിളിക്കുന്ന വിശ്വേട്ടൻ പാടിയത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇരുന്നിട്ട്. ഇപ്പോൾ ഇതേ പാർത്ഥിവ് പാടിയതും കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ആ ഒരു സന്തോഷം. പക്ഷെ പാർത്ഥിവ് പാടിയത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ
ഈ പാട്ടിൽ പറഞ്ഞ പോലെ തന്നെ ചിരിമണി ചിലമ്പോലെ കേട്ടില്ല എന്ന് പറയുന്ന പോലെ ഇച്ചിരി ചില സമയത്തെ കേട്ടുള്ളൂ, കേട്ടുള്ളൂ. ചില സമയത്ത് കേട്ടില്ല. അപ്പം മൈക്കൊക്കെ ഇതാക്കി ഉഷാറായിട്ട് പാടുക. നിങ്ങളൊക്കെ നന്നായിട്ട് പാടുന്ന ആളുകളാണ്. ഗിരീഷേട്ടൻ സുന്ദരമായിട്ട് എഴുതിയ എല്ലാ ഈ പാട്ട് നോക്കിയിട്ടില്ല, എല്ലാ വരിയും ലാ എന്നുള്ള ഇതിലാണ് അവസാനിക്കുന്നത്, എല്ലാ വരിയും. അപ്പം അങ്ങനെ രസമായിട്ടുള്ളൊരു പാട്ട് നിങ്ങളൊന്നുകൂടി ഉഷാറാക്കായിരുന്നു നിങ്ങൾക്ക് പെർഫോമൻസ്. അപ്പോൾ അടുത്ത പെർഫോമൻസിൽ പൊളിക്കുക. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. അപ്പൊ മാധവ, രുക്മിണി, മാർക്ക് ചോദിക്കാം. ആദ്യം മാധവന്റെ മാർക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, ശങ്കുചേട്ടാ. 7.5. താങ്ക് യു സർ. താങ്ക് യു ശങ്കുചേട്ടാ. ഷാനിക്ക. 7.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. അപ്പോൾ പാർത്ഥിവിന് 7.5, ബാക്കി 2.5 മൈക്കിന് കൊടുക്കാം അല്ലേ? താങ്ക് യു സർ. ഓക്കെ, 22.5 മാർക്സ് ആണ് മാധവന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി രുക്മിണിയുടെ മാർക്കിലേക്ക് പോവാം. ശങ്കുചേട്ടാ. സെയിം 7.5. ഓക്കെ, ഷാനിക്ക. 7.5. താങ്ക് യു സർ. എന്താ സന്തോഷം അവൾക്ക്. Thank you, sir. സാന്നിധ്യക്ക് 7.5. ഓക്കെ, അപ്പോ രുക്മിണിക്കും 22.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഡുവറ്റായി എന്തായാലും രണ്ടുപേരും കറക്റ്റ് Correct. സ്കോർ. ഇതാണ് duet. ഡുവറ്റ്. ഇതാണ് ഒത്തുതീർപ്പ്. മൈക്കിന് ഇനി 5 വേണമെങ്കിൽ mark. നിങ്ങൾ അവസാനം ഒന്നിച്ച്. മൈക്കിന് 5 മാർക്ക്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി സോളോ റൗണ്ട് പൊളിക്കണം. ഓക്കെ, പോയി പ്രാക്ടീസ് ചെയ്തോ. താങ്ക് യു.